അപ്പോൾ നമ്മൾ ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ്. ആക്ച്വലി ഇത് നോർമൽ മുട്ടക്കറിയല്ല, ഇത് എഗ് ഡ്രോപ്പ് മസാലയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കിയാലോ. അപ്പോൾ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തീ കത്തിച്ചു, പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അങ്കത്തട്ടിന് ആവശ്യമായ വസ്ത്രം ധരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ എഗ് ഡ്രോപ്പ് മസാല. അപ്പോൾ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടി. അപ്പോൾ കടുക് പൊട്ടിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ സവോള, പിന്നെ കുഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇടുക. അപ്പോൾ ഇത് നല്ലോണം വെന്ത് വരണം. ആ സമയം കൊണ്ട് മിസ്റ്റർ ഹസ്ബൻഡ് വയറ് കുറയ്ക്കാനുള്ള പൊടിക്കേ വിദ്യയിലാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തേനും ചൂടുവെള്ളം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിലും വയറ് കുറയും നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അപ്പോഴത്തേക്കും ഈ സാധനങ്ങളെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മുടെ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടെ നന്നോട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇത്രയും സാധനം നല്ല പരുവത്തിലായതിനു ശേഷം നമ്മുടെ പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഈ 3 സാധനം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്യുക. ഇനി നല്ലോണം തിളച്ചതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഉപ്പും, പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കറി മസാലയും കൂടെ ഇട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. തിള വന്നതിന് ശേഷമാണ് നമ്മൾ മുട്ട ഇവിടെ പൊട്ടിച്ചൊഴിക്കേണ്ടത്. അതാണ് എഗ് ഡ്രോപ്പ് മസാല. നമുക്ക് എത്ര മുട്ട ആവശ്യമുണ്ടോ അത്ര മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആൻഡ് പൊട്ടിച്ചതിന് ശേഷം തീ സിമ്മിലിടാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എഗ് ഡ്രോപ്പ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ.